നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. കഴിഞ്ഞ ദിവസം ഒരു കയറിത്താമസമാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെ സപ്താഹങ്ങളുണ്ടോ അവിടെയൊക്കെ സപ്താഹം കേൾക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ആചാര്യങ്ങളിൽ വളരെ ബഹുമാനമുള്ള ഒരു വിശ്വാസിയായ സാധാരണ മനുഷ്യനാണ്. ഇത്രയും കാലം തിരുമേനിസ ഞാൻ എങ്ങനെ ജീവിച്ചു എന്നതിനേക്കാൾ ഉപരി ഇനി ജീവിക്കാൻ പോകുന്ന എൻ്റെ പുതിയ ഗ്രഹത്തിലാണ്. ഒരു ഹിന്ദു ഭവനത്തിൽ എന്തൊക്കെ വേണം? അദ്ദേഹം കയറിത്താമസിന് മുമ്പ് എന്നോട് ചോദിച്ചാൽ. അപ്പം ഞാൻ ശരിക്കും അദ്ദേഹം ഒരുപാട് സപ്താഹങ്ങൾ കേട്ട ഒരു മനുഷ്യനാണ്. കേൾക്കാൻ പോകുന്നതാണ്, ജപിക്കാൻ പോകുന്നതല്ല, വായിക്കാൻ പോകുന്ന ആളല്ല. വളരെ വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ സാധാരണഗതിക്ക് ഞാൻ ഒന്ന് ഞെട്ടി. കാരണം ഞാൻ ധരിച്ചിരുന്നത് ഇതൊക്കെ ഒരു നോർമലി നമ്മളെപ്പോലുള്ള എല്ലാവർക്കും അതിൻ്റേതായ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. പിന്നെ അതിനെക്കുറിച്ചൊരു സംസാരത്തിൻ്റെ ആവശ്യമില്ല. രണ്ട്, അദ്ദേഹം ചോദിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹത്തിനോട് അങ്ങേക്ക് എന്തൊക്കെയാണ് തോന്നണേ? എന്തായാലും ഒരു വിളക്ക് വേണം എന്നറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പം എനിക്ക് തോന്നി അത് പോരാ. ഒരു നിലവിളക്കിൽ മാത്രം ചീരുന്നതാണ് നമ്മുടെ അതുകൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ഹിന്ദു ഭവനം. നോർമൽ ഒരു ഹിന്ദു ഭവനത്തിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്നിരിച്ചു. ശരിക്കും ഈ സാധാരണ നിലവിളക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ എന്താ പറയണേ, നമ്മൾ കത്തിക്കുന്ന സാധാരണ നിലവിളക്ക്, നാരായമുള്ള നിലവിളക്ക്, അതാണല്ലോ നിലവിളക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന അഷ്ടലക്ഷ്മി വിളക്ക്, വാസ്തു വിളക്ക്, അങ്ങനെ വിളക്ക്, ഇങ്ങനെ വിളക്ക്, അങ്ങനെയുള്ളതൊന്നുമല്ല. സാധാരണ നാരായ വിളക്ക് ഒരെണ്ണം വേണം. ആ നാരായ വിളക്ക് എന്ന് പറയുന്നത് അതൊരു ദേവ സ്വരൂപത്തോട് ബന്ധപ്പെട്ട് നിന്നാണ്. ആ നാരായ വിളക്ക് ആ ദീപോജ്വലനം നടത്താൻ, രാവിലെയും വൈകുന്നേരം ദീപോജ്വലനം നടത്താനായിട്ട് ഒരു നിലവിളക്ക് നിർബന്ധമാണ്. ആ നിലവിളക്ക് നിലത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ അടിയിൽ ഒരു പാത്രം, ഒരു തട്ടം നമുക്ക് നിർബന്ധമാണ്. ഇത് രണ്ടും പഴയ കാലത്ത് വിളക്ക് വെക്കാൻ ഒരു തടി കൊണ്ടൊരു സ്റ്റൂള് പോലെ, അല്ലെങ്കിൽ ചെറിയൊരു പലക പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വെക്കാറുണ്ട്. അതുണ്ടെങ്കിൽ കേമായി. അപ്പോൾ വിളക്കിൻ്റെ ഭാഗം അതിനകത്ത് മാത്രമല്ല, ആ വിളക്ക് വെക്കാൻ ഒരു സ്ഥലം നമുക്ക് വേണം. ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കാൻ ഒരു വിളക്ക് വെക്കാനൊരു സ്ഥലം വേണം. ആ വിളക്ക് കത്തിക്കുമ്പോഴോ പണ്ടത്തെ കാലത്ത് പറയും അലക്കിയ തുണി എന്ന് പറയും. അപ്പോൾ എല്ലാ തുണി അലക്കുന്നതല്ല, അങ്ങനെയല്ല. ഈ തുണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കോട്ടൺ വസ്ത്രം എടുത്ത് നമ്മൾ ചാണകവെള്ളത്തിലൊക്കെ ഇട്ട് ഒരു ദിവസം കഴുകി ഉണക്കി എടുക്കുന്നതിനെയാണ് അലക്ക് തുണി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിന് പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ തിരുവടയാട തിരികൾക്കൊക്കെ പണ്ട് തെറുത്തെടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ തെറുത്തെടുക്കുന്ന കാലഘട്ടം അലക്കിയ തുണി. ഇന്നത്തെ കാലത്ത് നമുക്ക് കട്ട് ചെയ്ത തിരികൾ വാങ്ങാൻ കിട്ടും. അത് നല്ലതാണ്. അതിനകത്ത് മഞ്ഞ, അതായത് കോടി നിറമുള്ള തിരികൾ, വെളുത്ത തിരികളല്ല. വെളുത്ത തിരികളൊക്കെ എന്ന് പറഞ്ഞാൽ നീലം മുക്കി വരുന്നതാണ്. കോടിയുള്ള തിരികൾ മേടിച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വിളക്ക് ആയി, തിരിയായി. ഇത് വെക്കാനൊരു സ്ഥലം, ഇഷ്ടദേവതമാർ നിറഞ്ഞ, ഇപ്പോൾ മഹാലക്ഷ്മിയുടെ, ഗുരുവായൂരപ്പൻ്റെ, ഗണപതി ഭഗവാന്റെ, നമ്മുടെ പരദേവതയുടെ, നമ്മുടെ ദേശാധിപതിയുടെയൊക്കെ ഫോട്ടോകൾ, ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഒരു സ്ഥലം നമുക്ക് വേണം. അത് ഫോട്ടോ ഒട്ടിച്ചാലും മതി. അങ്ങനെയൊരു സ്ഥലം, അവിടെ ആയിരിക്കണം നമ്മൾ നിലവിളക്ക് കൊളുത്തേണ്ടത്. ആദ്യം ആ നിലവിളക്ക് കൊളുത്തേണ്ട മുമ്പിലോ നമ്മൾ ഒറ്റയ്ക്കും ഒരുമിച്ചും ഇരിക്കാവുന്ന ഒരു സ്ഥലത്ത് ഇതുണ്ടാക്കണം. ഒരു ഭിത്തിയുടെ മുകളിലോ ഒരു ഭിത്തിയുടെ സൈഡിലോ വാഷ് ബേസിൻ്റെ സൈഡിലോ കക്കൂസിൻ്റെ ഭിത്തിയിലൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഭഗവാനെ എന്ന് തൊഴുന്നൊരവസ്ഥയാവരുത്. അതിന് നിർണയിക്കണം, ഒരു സ്ഥാനനിർണയം നടത്തി അതവിടെ വയ്ക്കുക. ഇപ്പോഴത്തെ പുതിയ കുടുംബങ്ങളിലൊക്കെ പൂജാമുറികളുണ്ട്. പേര് പൂജാമുറി എന്നാണ്, പൂജ കഴിക്കണ മുറിയല്ല, വിളക്ക് കൊളുത്തുന്ന മുറികൾ. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അടുത്തത് അത്രയും അത് നമുക്ക് ഒരുമിച്ചിരിക്കാനും ഒറ്റയ്ക്കിരിക്കാനും കൂട്ടായ്മ ഇരിക്കാനും വേണം. പിന്നെ ഒരു ആവണപ്പലക വേണം. ഒരു ആവണപ്പലക ഇല്ലാത്ത ഹിന്ദു കുടുംബം മോശമാണ്. കാരണം ഒരു ആവണപ്പലകയിൽ ഇരുന്ന് വേണം, പലകയിൽ, അതായത് നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് നമ്മുടെ ശക്തിയെ ഭൂമിയിലേക്ക് പോകാതെ നമ്മളെ പിടിച്ചിരുത്താൻ നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പലകയുടെ മുകളിലിരിക്കുക. പണ്ടൊക്കെ എന്താ പറയുക, മഹാദേവനൊക്കെ തോലിൻ്റെ മുകളിൽ ഇരുന്നിരുന്നത്, പലകയുടെ മുകളിൽ, ശുദ്ധമായ വസ്തുക്കളുടെ മുകളിൽ അങ്ങനെയൊക്കെ ഇരിക്കാനാണ്. അപ്പോൾ ആവണിപ്പലക 1 2 ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. ആ പലകയുടെ മുകളിലിരുന്ന് നാമം ജപിക്കുന്നതല്ലാണ്. ഒന്നുമില്ലെങ്കിലും ജപിക്കുന്നത് സാധാരണ പലക ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ജപിക്കുന്നത് നല്ലതാണ്. തൽക്കാലത്തേക്ക് പുൽപ്പായ ഉൾപ്പെടെ നല്ലതാണ്. പുല്ലുകൊണ്ടുള്ള പായ ആയതുകൊണ്ട് അതിനും അശൂലം ഇല്ല എന്ന് പറയണം, അശുദ്ധം ഇല്ല എന്ന് പറയണം.
പിന്നെ വേണ്ടത് എന്താ? ഒരു ചാണയും ചന്ദനമുട്ടിയും വേണം. ഈ ചാണയും ചന്ദനമുട്ടി എന്താ? കയറിത്താമസം ഉണ്ടായാലും പുലയുണ്ടായാലും വാലായ്മ ഉണ്ടായാലും പുണ്യാഹം ഉണ്ടായാലും ഉപനയനം ഉണ്ടായാലും ജാതകകർമ്മം ഉണ്ടായാലും പിറന്നാളുണ്ടായാലും ചന്ദനം വേണം. അപ്പം ചന്ദനം എവിടുന്നാ? ഇന്നത്തെ കളഭക്കട്ട അരച്ചുള്ള ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ അസിഡിറ്റി ഉള്ളതാണ്, മുഖമൊക്കെ പൊട്ടി നെറ്റിയൊക്കെ പൊട്ടി സർവനാശം വരും. അതൊരു ശരിക്കും പറഞ്ഞാൽ ചന്ദനം എന്നൊരു പേര് മാത്രമേ ഉള്ളൂ, അതിനകത്ത് ചന്ദനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കഷ്ണം മുട്ടിയും ഒരു ചെറിയ ചാണയും വാങ്ങിച്ച് വയ്ക്കുക, നമുക്ക് ആവശ്യത്തിന് അരച്ചെടുക്കാനായിട്ട്. ഇത്രയും അകത്തുണ്ടായാൽ അതുമല്ല അപ്പം ചന്ദന അരച്ച വെള്ളം തളിക്കാനൊക്കെ എടുക്കാം, കേമല്ലേ? ചന്ദന വെള്ളം തളിക്കാനൊക്കെ എടുക്കണ കേമാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യുക. അപ്പം അകത്ത് ഇത്രയും സാധനം ഒരു ഹിന്ദു ഭവനത്തിൽ അകത്ത് വേണ്ടെന്ന്. പിന്നെ അഷ്ടമംഗലക്കൂട്ടെന്ന് പറയും. അഷ്ടമംഗലക്കൂട്ടെന്ന് പറയുന്ന 8 തരം ഇതുണ്ട്. അതുകൂടാതെ കുങ്കുമം കൺമഷിയൊക്കെ വെച്ച ഒരു പാത്രമാണ്. വാൽക്കണ്ണാടിയൊക്കെ അതൊക്കെ വാങ്ങി പൂജാമുറിയിലോ ഒക്കെ സൂക്ഷിക്കാം. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമല്ല. തിരുവാതിര കാലത്തൊക്കെയാണ് കൂടുതൽ അഷ്ടമംഗലക്കൂട്ട് ഒക്കെ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് നിർബന്ധം വേണ്ട ഒരു തുളസിത്തറയാണ്. ഒരു ഗ്രഹമാണെങ്കിൽ ഒരു തുളസിത്തറയും വേണം. ആ തുളസിത്തറയിൽ വാടാതെ ശക്തമായി നിൽക്കുന്ന ഒരു തുളസിയും മഞ്ഞളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ കിഴക്കു ഭാഗത്തോ വടക്കു ഭാഗത്തായിട്ട് ഒരു ആര്യവേപ്പ് ഉണ്ടാകുക, ഒരു കൂവളം നടുക. ഇതൊക്കെയാണ് ഒരു ഗ്രഹത്തിൽ നിർബന്ധമായി വേണം എന്ന് നിഷ്കർഷിക്കുന്നത്. ഇതൊക്കെ നിർബന്ധമാണ്. മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ ഒരു വീടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് ഈ പറയുന്ന വൃക്ഷലതാദികളും അതുപോലെ തന്നെ ഈ പറയുന്ന അകത്തു വരുന്ന സാധനങ്ങളും. വടക്കു ഭാഗത്തൊരു പ്ലാവ്, വടക്കു ഭാഗത്ത് ഒരു മാവ്, കിഴക്കു ഭാഗത്തൊരു പ്ലാവ്, അതുപോലെ തന്നെ കൂവളം കിഴക്ക് വടക്ക് മൂലയിൽ അങ്ങനെയൊക്കെ വെക്കുന്നത്. തുളസിത്തറ നിർബന്ധമായി എന്ത് സംഭവിച്ചാലും തുളസിത്തറ വേണം. രാവിലെ ആ തുളസിക്കൊരു പ്രദക്ഷിണവും ആ തുളസിക്കത്തിൽ വെള്ളം ഒഴിച്ച് തൊഴുകയും ആ തുളസിത്തറയിൽ തിരികെത്തിക്കുകയും മഹാവിഷ്ണുവിൻ്റെ പത്നിയായി നിൽക്കുന്ന സങ്കല്പത്തെ ആ തുളസി ഒന്ന് വന്ദിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ശ്രീലക്ഷ്മി ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത്. അവിടുന്ന് അകത്തേക്ക് കയറുമ്പോൾ വിധാനത്തിൽ ആചരണത്തിൽ ആദ്യം പറഞ്ഞ അത്രയും സാധനം ഉണ്ടായാൽ സാധാരണഗതിയിൽ ഒരു ഹിന്ദു ഭവനത്തിൽ ഉണ്ടാവേണ്ട എല്ലാ സാധനങ്ങളുമായി. പിന്നെ കയറി വരുന്ന വഴിക്ക് ഈ എന്താ പറയണേ, മഹാലക്ഷ്മിയുടെയോ ഗുരുവായൂരപ്പൻ്റെയോ ഒക്കെ ഫോട്ടോ വെക്കുന്നത് നല്ലതാണ്. വെക്കാതിരിക്കാം, വെക്കുന്നത് നല്ലതാണ്, അതും ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെ സാധാരണഗതിക്ക് ഒരു ഹിന്ദു ഭവനത്തിൽ വേണ്ട. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തൊക്കെ വേണം എന്ന് ചോദിച്ചപ്പോൾ അത്രയൊന്നും ഇല്ലാത്ത കുടുംബങ്ങളോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ഞാൻ അപ്പം ചിന്തിച്ചു. അപ്പോഴാണ് മനസ്സിലായി ഉണ്ടാവും. കാരണം അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണമല്ലോ. ആ ധാരണക്കുറവാണല്ലോ നമുക്ക് ഇങ്ങനെ വേണേ. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കത്തിക്കാൻ പറ്റിയ നാരായവിളക്കും ഇത്രയും സാധനങ്ങളും നിറഞ്ഞു നിന്നാൽ സാധാരണഗതിക്ക് ഒരു ഭക്തനായി നിൽക്കുന്ന ഹിന്ദു ഭവനത്തിൻ്റെ സാധാരണ വിധാനങ്ങളായി. അത്രയെങ്കിലും ലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടാൻ, ദേവസങ്കല്പത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ, നമ്മുടെ വീടാകുന്ന ശ്രീകോവിലിനെ പുണ്യഭൂമിയാക്കാൻ ഇത്രയും സാധനങ്ങൾ നിർബന്ധമായി സൂക്ഷിക്കാം. പൈസയുള്ളവരുണ്ടെങ്കിൽ ഒരു പറയും കൂടെ വെക്കാം. പറ മേടിച്ച് വെച്ചാൽ മതി. കാരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറ നിറച്ചൊക്കെ വെക്കുന്നത്. നമ്മുടെ പൂജാമുറിയുടെ മുമ്പിലും പറ നിറയ്ക്കാം, അതിനൊന്നും വിരോധമില്ല. ഒരു നാഴിയും ഒരു പറയും കൂടെ വാങ്ങി വെച്ചാൽ കേമായി. സാധാരണ ഭക്തൻ്റെ വീട് പൂർണ്ണമായ ഐശ്വര്യപ്രദമായ സാധനങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റുകൾ. ഒന്ന് നോക്കിക്കോളൂ, ഇല്ലാത്തത് പതുക്കെ വാങ്ങിച്ചാൽ മതി. എല്ലാം ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. നമസ്കാരം.